വെൽക്കം ടു ഓഡിയോ ഫയൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സോണറ്റ് ഓഡിയോയുടെ സൗണ്ട് ബുള്ളറ്റ് ആണ്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് പാക്കറ്റിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്ഷൻസിനെ കുറിച്ചുള്ളൊരു ചെറിയ പിക്ചർ ആൻഡ് കമ്പോണൻസിൻ്റെ ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് പുറത്ത് ബോക്സിൻ്റെ മുകളിൽ. ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്താൽ നമുക്ക് ആദ്യമായി കിട്ടുന്ന ഒരു മാനുവലാണ്. മാനുവലിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ബുള്ളറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ മാനുവൽ നിന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്റ്റിക്കറാണ്, സോണറ്റ് ഓഡിയോയുടെ ഒരു ലോഗോ വരുന്ന ഒരു സ്റ്റിക്കർ. നമ്മുടെ പെല്ലിക്കാൻ അതുപോലെ ടൂറിംഗ് കിറ്റ് ബാഗിലൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് സൗണ്ട് ബുള്ളറ്റ്. നമ്മുടെ കയ്യിലുള്ള വെർഷൻ 1 ആണ്. വെർഷൻ 2 അവൈലബിൾ ആണ്. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അതിൻ്റെ ബോർഡ് നമുക്ക് ഓൺലൈൻ വഴി മേടിച്ചിട്ട് കമ്പനിയിൽ നിന്നൊരു വീഡിയോ അയച്ചു തരും. ആ വീഡിയോ പ്രകാരം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അടുത്തൊരു 1/4 ഇഞ്ച് ജാക്ക് ടു ജാക്ക് പിന്നും കൊടുത്തിട്ടുണ്ട്. ഒരു ടൂറിംഗ് ഗ്രേഡ് വരുന്നൊരു പൗച്ചുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് TS 1/4 ഇഞ്ച് ജാക്ക് ടു ജാക്ക് മൗണ്ട് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇതാണ് നമ്മുടെ സൗണ്ട് ബുള്ളറ്റ്. ഇത് നമുക്ക് TS ജാക്ക് പ്ലഗ് ചെയ്ത് ഇങ്ങനെ DIയിലൊക്കെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ മൈക്രോ USB പവർ ബട്ടണ്. ഇതാണ് അതിൻ്റെ വോളിയം കൺട്രോള്. സൈഡിലായിട്ടൊരു സ്പീക്കർ ഔട്ട് വിൻഡോ കൊടുത്തുണ്ട്. ബിൽറ്റിൻ സ്പീക്കറാണ്. സ്പീക്കർ വഴിയാണ് നമ്മൾ പിങ്ക് നോയ്സ് അതുപോലെ സൈൻ വേവ് ടെസ്റ്റ് ടോൺസ് എല്ലാം നമ്മൾ കേൾക്കുന്നത്. മാത്രമല്ല XLR വഴി നമ്മളൊരു മിക്സറിൽ നിന്ന് ഔട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസിൽ നിന്ന് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ അതെന്ത് സിഗ്നലായിക്കോട്ടെ, നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് പ്ലേ ചെയ്യുന്ന മ്യൂസിക് ആണെങ്കിൽ കൂടെ സൗണ്ട് ബുള്ളറ്റിൻ്റെ ബിൽറ്റിൻ സ്പീക്കർ വഴി നമുക്ക് കേൾക്കാൻ പറ്റും. സൈഡിലെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് ബുള്ളറ്റ് ഓൺ ആവും. ഓണായി കഴിയുമ്പോൾ തന്നെ പിങ്ക് നോയ്സ് നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. 2 സ്വിച്ചസ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 2 ബട്ടണും സെലക്ട് ബട്ടണും. സെലക്ട് ബട്ടൺ നമ്മൾ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ വേവിലോട്ട് കൺവേർട്ട് ആവും. 2 ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ XLR ഔട്ടിൽ നിന്നും ടെസ്റ്റ് ഫ്രീക്വൻസി 3.5 ഹെഡ്ഫോൺ ഔട്ടിലേക്ക് കൺവേർട്ട് ആവുന്നതാണ്. അതുപോലെ സൈഡിലായിട്ട് XLR കേബിൾ ടെസ്റ്റ് ചെയ്യാനുള്ള മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സ്വിച്ചസ് എന്ന് പറഞ്ഞ് സെലക്ട് ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ആണ്. ഒരു XLR കേബിള് നമ്മൾ ഫോൾട്ട് ചെയ്യണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഒരു മെയിൽ ടു ഫീമെയിൽ XLR എടുത്തിട്ടുണ്ട്. സൗണ്ട് ബുള്ളറ്റിൻ്റെ 2 എൻഡിലായിട്ട് കണക്ട് ചെയ്യാം. അതിനുശേഷം സെലക്ട് ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ്. 2 ബട്ടൺ പ്രസ് ചെയ്യുന്നതനുസരിച്ച് XLRൻ്റെ 3 ലൈനും ഓക്കെ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അടുത്തതായി XLR കേബിളിൽ ഫാന്തം പവർ ഓൺ ആണോ എന്ന് സൗണ്ട് ബുള്ളറ്റ് വെച്ച് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ ടെസ്റ്റിംഗ് കാണിക്കാൻ വേണ്ടി ഒരു ഓഡിയോ ഇൻ്റർഫേസ് വഴിയാണ് ഫാന്തം പവർ ഓൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ 48 വോൾട്ടിൻ്റെ LED ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. കാരണം 48 വോൾട്ടിനും താഴെയാണ്, 44 വോൾട്ടിനും താഴെയാണ് ഫാന്തം പവർ നമുക്ക് ഈ കേബിൾ വഴി കിട്ടുന്നത്. അതുകൊണ്ടാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഗൈസ്, ഇത്രയാണ് ഇതിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്. ടെക്നീഷ്യൻസ് മസ്റ്റായിട്ട് ക്യാരി ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മൾ PA അതുപോലെ വലിയ ഒരു സിസ്റ്റമൊക്കെ ഹാങ് ചെയ്യുമ്പോൾ കൺസോൾ ഓൺ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് കേബിൾ ടെസ്റ്റ് ചെയ്യുന്ന മറ്റ് ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. അതുപോലെ ഫോൾട്ടി XLR ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കേബിൾ ഫാന്തം പവർ ഓൺ ആണെന്ന് നോക്കാം. നമ്മൾ സ്റ്റേജ് പാച്ചിങ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മൈക്ക് വെച്ച് എല്ലായിടത്തും ഹലോ പറഞ്ഞ് നമ്മൾ ഓടി നടക്കേണ്ട ആവശ്യമില്ല. സൗണ്ട് ബുള്ളറ്റ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഫ്രീക്വൻസി വെച്ചിട്ട് സൗണ്ട് ടെക്നീഷ്യൻസ് മസ്റ്റായിട്ട് ക്യാരി ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.